അല്ല, കുറച്ച് സമയത്തേക്ക് ആരുടെയും കോൾ എടുക്കണ്ടെന്ന് സാർ എന്നല്ലേ പറഞ്ഞേ? ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് താൻ എന്തിനാ ഇവരോട് പറഞ്ഞത്? അത് പിന്നെ സത്യം മാത്രല്ലേ നമ്മൾ പറയാൻ പാടുള്ളൂ. കള്ളം പറയുന്നത് പാപമല്ലേ സാർ? അല്ല സർ, ഇവൾക്ക് ആ സ്ഥലം അറിയാന്നല്ലാതെ ആരതി താമസിച്ചിരുന്ന വീട് കൃത്യമായിട്ട് അറിയില്ല. വൃന്ദയ്ക്ക് അറിയാന്നല്ലേ പറഞ്ഞത്? കണ്ടാൽ അറിയാന്നാ പറഞ്ഞത്. വീട് കണ്ടാലല്ലേ അറിയൂ, വീടിന്റെ വഴി അറിയണ്ടേ? അങ്ങോട്ടിപ്പോ പോയിട്ടും കാര്യമില്ല സർ. ഓ, അതെന്താണാവോ? അവിടെ ആരതി ഇല്ല. ആ വീട്ടിൽ നിന്ന് ആരതി താമസം മാറിപ്പോയി. അതുകൊണ്ട് ആരതി നാളെ ഞങ്ങളെ കാണാൻ ഹോസ്റ്റലിൽ വരും. അപ്പോ സാറിന് നേരിട്ട് കാണാലോ. ആ അതെ അതെ, വെറുതെ പെട്രോൾ അടിച്ച് പാഴാക്കി അത്രയും ദൂരം പോണ്ടല്ലോ. സ്റ്റോപ്പ് ഇറ്റ്. ഞാൻ എവിടെ പോണം പോണ്ടാന്ന് നിങ്ങൾ പറയണ്ട. എന്നെ കുറിച്ച് നിങ്ങളൊക്കെ എന്താ കരുതിയേ? സാർ ഒരു ബുദ്ധിമാനായ പോലീസ് ഓഫീസറാന്നാ കരുതിയത്. തമാശ. അതെപ്പോഴും എനിക്ക് ഇഷ്ടമായിന്ന് വരില്ല. പോലീസിനെ കുരങ്ങളിപ്പിക്കാന്ന് വല്ല മോഹം ഉണ്ടെങ്കിലേ അതൊക്കെ അങ്ങ് മാറ്റിക്കോ. ആരതി നാളെ വരുമെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ആരതി നാളെ വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. നിങ്ങൾ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. അതിനാണ് ആ സ്ഥലത്തേക്ക് പോകുന്നത്. ഒരു രക്ഷയില്ല. ACP ഉടുമ്പിനെ പോലെ നമ്മളെ പിടികൂടിയിരിക്കുകയാണല്ലോ. ഇത് ഉടുമ്പല്ല, ഞൊണ്ട. ഭവതി വല്ലതും ഒഴിഞ്ഞോ? ഡ്യൂട്ടിയിൽ സർ വിട്ടുവീഴ്ചയില്ലെന്ന് പറയുമായിരുന്നു. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല.